എങ്ങനെയായിരിക്കും പ്രോഗ്രാമിംഗ് ശരിക്കുള്ള രീതി പഠിക്കേണ്ടത്? ബെറ്റർ വേ ഓഫ് ലേണിംഗ്. ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് എടുക്കുക. ആ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റിനെ നമ്മളൊരു സൊല്യൂഷൻ ഫോർമുലേറ്റ് ചെയ്യാം. സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്തമാറ്റിക്കൽ മോഡൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വർക്ക് ഫ്ലോ ഉണ്ടാക്കുക. അതിനുശേഷം ആ വർക്ക് ഫ്ലോ നമ്മൾ അൽഗോരിതമായിട്ട് കൺവേർട്ട് ചെയ്യും. അൽഗോരിതമായി കൺവേർട്ട് ചെയ്യുമ്പോൾ ആ ഫ്ലോയിൽ എവിടെയൊക്കെയാണ് തെറ്റുള്ളത്, എവിടെയൊക്കെയാണ് മിസ്സിംഗ് ഉള്ളത് നമുക്ക് 2 പ്രാവശ്യം അൽഗോരിതം എഴുതി കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ അൽഗോരിതം മോഡിഫൈ ചെയ്യുക, എന്നിട്ട് അൽഗോരിതം സ്ട്രോങ് ആക്കുക. അതിനുശേഷം ഈ അൽഗോരിതം ഒരു സ്യൂഡോ കോഡായിട്ട് കൺവേർട്ട് ചെയ്യുക. ഈ സ്യൂഡോ കോഡായിട്ട് എന്തിനാ കൺവേർട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ അൽഗോരിതത്തില് ചുമ്മാ എങ്ങനെയാണ് സൊല്യൂഷനിൽ റീച്ച് ചെയ്യാനുള്ള സ്റ്റെപ്സ് മാത്രമേ ഉള്ളൂ. സ്യൂഡോ കോഡില് ആ സ്റ്റെപ്സിനെ നമ്മുടെ ലാംഗ്വേജിലേക്ക്, പൈത്തൺ ആണെങ്കിൽ പൈത്തൺ, ജാവ ആണെങ്കിൽ ജാവ, ഫ്ലട്ടർ ആണെങ്കിൽ ഫ്ലട്ടർ, അതിന്റെ സിൻടാക്സിൽ അലൈൻ ചെയ്യുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ ആ സ്യൂഡോ കോഡ് നോക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഏതൊക്കെ പോർഷനുകളാണ് ഫങ്ഷൻ ആക്കേണ്ടത്, ഏതൊക്കെ ഡാറ്റയാണ് ക്ലാസ്സിൽ ഡിഫൈൻ ചെയ്യേണ്ടത്, ഏതൊക്കെ ഡാറ്റയാണ് പ്രൈവറ്റ് പബ്ലിക്ലി അവൈലബിൾ ആക്കേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ ഡാറ്റയാണ് പ്രൊട്ടക്റ്റഡ് ഡാറ്റ ആക്കേണ്ടത് എന്നൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്യുക ഈ സ്യൂഡോ കോഡിൽ നോക്കിയിട്ട്. ദെൻ വി വിൽ റീറൈറ്റ് ദി സ്യൂഡോ കോഡ് 2-3 times ആഫ്റ്റർ ഇംപ്ലിമെന്റിംഗ് ദിസ് പ്രോഗ്രാമിംഗ് ഡിസൈൻ. ഒരു പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ഈസി ആയിട്ട് റൺ ചെയ്യുന്ന രീതിയിൽ നമ്മൾ എടുക്കും. പിന്നെ നമ്മൾ ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി കാൽക്കുലേറ്റ് ചെയ്യും, സ്പേസ് കോംപ്ലക്സിറ്റി കാൽക്കുലേറ്റ് ചെയ്യും, എത്രത്തോളം, അത് നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യും. ഏത് ഈ സ്യൂഡോ കോഡിന്റെ ഉള്ളിൽ. ഇതാണ് നമ്മൾ ലാസ്റ്റ് പ്രോഗ്രാമായി കൺവേർട്ട് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മൾ പ്രോഗ്രാമിംഗ് പഠിക്കേണ്ടത്. അല്ലാതെ ഒരു പ്രോബ്ലം കിട്ടി ഉടനടി ചാടി കയറി ഇരുന്ന് കോഡ് എഴുതി കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വിൽ വർക്ക്. സോ ദിസ് ഈസ് ദ റൈറ്റ് വേ ടു ലേൺ ഹൗ പ്രോഗ്രാമിംഗ് ഈസ് ദാറ്റ്.